ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ട്സ് ഉണ്ട്. അയോണിക് ബോണ്ട്, കോവാലൻ ബോണ്ട്, കോർഡിനേറ്റ് ബോണ്ട്, ഇതെല്ലാം പറഞ്ഞു. അപ്പോൾ അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയോണിക് ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുക? ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണും നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണും തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊണ്ട് ഉണ്ടാവുന്ന ബോണ്ടാണ് അയോണിക് ബോണ്ട്. പക്ഷേ ഒരു അയോണിക് ബോണ്ടിൽ കോവലൻ ക്യാരക്ടർ ഉണ്ടാവും. അപ്പോൾ എത്രമാത്രം അയോണിക് ബോണ്ടിൽ കോവലൻ ക്യാരക്ടർ ഉണ്ടാവും എന്ന് പറയാൻ വേണ്ടിയിട്ട് അതിൽ ഉള്ള രണ്ട് അയോൺസും, അതായത് ആ അയോണിക് ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കമ്പൈൻ ചെയ്യണ രണ്ട് അയോൺസും അതിൻ്റെ കറസ്പോണ്ടിങ് ആറ്റംസിൻ്റെ നേച്ചർ അനുസരിച്ചാണ്. അപ്പോൾ രണ്ട് ആറ്റംസ് അതിൻ്റെ കറസ്പോണ്ടിങ് അയോൺസ് അത് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കൊണ്ടാണ് അയോണിക് ബോണ്ട് ഉണ്ടാവുക. അപ്പോൾ ഒരു അയോണിക് ബോണ്ടിൽ കോവലൻ ക്യാരക്ടർ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് പോളറൈസേഷൻ, അയോൺസിൻ്റെ പോളറൈസേഷൻ എന്താണെന്ന് നോക്കണം. പോളറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാറ്റയോൺ ആയാലും ആനയോൺ ആയാലും അതിൻ്റെ ചുറ്റും ഇലക്ട്രോൺ ക്ലൗഡ്, അതായത് ഇലക്ട്രോൺസ് ഒരു എന്താ പറയുക പോയിൻറ്റ് ചാർജ് ആയിട്ടല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഡെൻസിറ്റി, അതായത് ഇലക്ട്രോൺ ക്ലൗഡ് അതിൻ്റെ ചുറ്റും വളരെ സിമെട്രിക്കലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സിമെട്രിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ ക്ലൗഡ് ആണ്, സ്പെറിക്കലി സിമെട്രിക്കലാണ് ഓരോ അയോണിൻ്റെ ചുറ്റും ഉണ്ടാവുക, ഓരോ അയോൺ വേറെ വേറെയായി നിൽക്കുമ്പോൾ. ബട്ട് ഇൻ പ്രസൻസ് ഓഫ് അനദർ അയോൺ, അതായത് ഒരു ആനയോൺ അതിൻ്റെ അടുത്ത് ഒരു കാറ്റയോൺ വരികയാണെങ്കിൽ കാറ്റയോൺ എന്താ ചെയ്യുക? ആനയോണിൻ്റെ ചുറ്റുള്ള ഇലക്ട്രോൺ ക്ലൗഡ് ഡെൻസിറ്റി അതിൻ്റെ അടുത്തേക്ക് പുൾ ചെയ്യും. അപ്പോൾ അതുവരെ സ്പെറിക്കലി സിമെട്രിക്കലായിരുന്ന ഇലക്ട്രോൺ ക്ലൗഡ് ഡെൻസിറ്റി കാറ്റയോണിൻ്റെ സൈഡിലേക്ക് ഡിസ്റ്റോർട്ടഡ് ആവും. കാറ്റയോണിൻ്റെ സൈഡിലേക്ക് കുറച്ചും കൂടി ആ ഇലക്ട്രോൺ ക്ലൗഡ് ഡെൻസിറ്റിയുടെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഡിസ്റ്റോർഷൻ, ദ ഫിനോമിനൻ ഇൻ വിച്ച് എ കാറ്റയോൺ കോസസ് ദ ഡീഫോർമേഷൻ ഓഫ് ദ ആനയോൺ ഈസ് കോൾഡ് പോളറൈസേഷൻ ഓഫ് ദ ആനയോൺ. അതായത് ആനയോൺ മീൻസ് ആനയോണിൻ്റെ ചുറ്റുള്ള ഇലക്ട്രോൺ ക്ലൗഡ് ഡെൻസിറ്റിയെ ഒരു കാറ്റയോൺ ഡീഫോം ചെയ്യുക അല്ലെങ്കിൽ ഡിസ്റ്റോർട്ട് ചെയ്യുക, അതിനെയാണ് നമ്മൾ പോളറൈസേഷൻ ഓഫ് ദ ആനയോൺ എന്ന് പറയുക. ദോ ദർ ഈസ് എ സിമിലർ എഫക്റ്റ് ഓൺ കാറ്റയോൺ ക്ലൗഡ് ബൈ ദ ആനയോൺ, ദിസ് ഈസ് ലെസ് പ്രൊനൗൺസ്ഡ് സിൻസ് ഇൻ മോസ്റ്റ് കേസസ് കാറ്റയോൺ ഈസ് സ്മോളർ ആൻഡ് ദസ് ഈസ് പോളറൈസ്ഡ് ടു എ ലോവർ എക്സ്റ്റെൻറ്റ് ദാൻ ആനയോൺ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആനയോണിനാണ് വലിപ്പം കൂടുതൽ, കാറ്റയോണിന് കറസ്പോണ്ടിങ് ആറ്റത്തിനേക്കാൾ വലിപ്പം കുറവുമായിരിക്കും. അപ്പോൾ വലിപ്പം കുറവാകുമ്പോൾ ആ അയോണിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിൻ്റെ മുകളിൽ അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ അതേ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഇലക്ട്രോൺ ക്ലൗഡിന് ഡിസ്റ്റോർഷൻ വരാനുള്ള ചാൻസ് കുറവാണ് ദാൻ ആനയോൺ. ഇഫ് ദ ഡിഗ്രി ഓഫ് പോളറൈസേഷൻ ഓഫ് ദ ആനയോൺ ബൈ ദ കാറ്റയോൺ ഈസ് ക്വൈറ്റ് സ്മോൾ, ദ ബോണ്ട് റിമെയിൻസ് ലാർജ്ലി അയോണിക്. അതായത് ഡിഗ്രി ഓഫ് പോളറൈസേഷൻ, ആനയോണിനെ പോളറൈസ് ചെയ്യാൻ കാറ്റയോണിൻ്റെ പ്രസൻസിൽ ആനയോണിന് വരുന്ന പോളറൈസേഷൻ വളരെ കുറവാണെങ്കിൽ എന്താ ഉണ്ടാവുക? രണ്ടും പോയിൻറ്റ് ചാർജ് ആയിട്ട് തന്നെ നിൽക്കും. അതായത് ദർ ഈസ് നോ ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നോ കാറ്റയോൺ അത് അങ്ങനെയും എങ്ങനെയായിരുന്നോ ആനയോൺ അത് അങ്ങനെ തന്നെ റിമൈൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ബോണ്ട് വിൽ ബി മോസ്റ്റ്ലി അയോണിക്. ബട്ട് ഇഫ് ദ പോളറൈസേഷൻ ഈസ് റിമാർക്കബിൾ ദെൻ ദ ബോണ്ട് വിൽ ഹാവ് സം കോവലൻ ക്യാരക്ടറും കൂടി അതിലുണ്ടാവും. ഈ ഫിഗറാണ്. അയോണിക് ബോണ്ട് ആകുമ്പോൾ രണ്ടും സിമെട്രിക്കൽ ആയിട്ടുള്ള പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ഇനി പോളറൈസ്ഡ് ആനയോൺ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ കാറ്റയോൺ അല്ലെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ, ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള ഇലക്ട്രോൺ ക്ലൗഡ് ഡെൻസിറ്റി എന്താ ഉണ്ടാവുന്നത്? പോളറൈസ്ഡ് ആവുന്നു. അങ്ങനെ അയോണിക് ബോണ്ട് വിത്ത് പാർഷ്യൽ കോവലൻ ക്യാരക്ടറാണ് ഇതിനുണ്ടാവുക. ദെൻ ദ എബിലിറ്റി ഓഫ് എ കാറ്റയോൺ, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആനയോണിൻ്റെ ചുറ്റുമുള്ള ഇലക്ട്രോൺ ക്ലൗഡ് അല്ലെങ്കിൽ ആനയോൺ ഇലക്ട്രോൺ ക്ലൗഡ് ഡെൻസിറ്റി വിൽ ബി ഡിസ്റ്റോർട്ടഡ് ബൈ ദ പ്രസൻസ് ഓഫ് എ കാറ്റയോൺ. അങ്ങനെ ആനയോണിൻ്റെ ചുറ്റുമുള്ള ഇലക്ട്രോൺ ക്ലൗഡ് ഡെൻസിറ്റിയെ ഡിസ്റ്റോർട്ട് ചെയ്യാൻ കാറ്റയോണിനുള്ള കപ്പാസിറ്റിയാണ് അതിൻ്റെ പോളറൈസിങ് പവർ. The ability of a cation to distort the electron cloud of a nearby anion is called its polarizing power. The polarizing power of a cation depends on its size, charge and electronic configuration. അതായത് പോളറൈസിങ് പവർ, കാറ്റയോണിനെ പോളറൈസ് ചെയ്യാനുള്ള ആനയോണിനെ പോളറൈസ് ചെയ്യാനുള്ള പവർ അല്ലെങ്കിൽ അതിൻ്റെ കഴിവ്
എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? അതിൻ്റെ സൈസ്, ചാർജ്, അതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സ്മോൾ സൈസാണ് കാറ്റയോൺ എങ്കിൽ അതിന് പോളറൈസിങ് പവർ കൂടുതലായിരിക്കും. ഹൈ ചാർജുള്ള കാറ്റയോൺ ആണെങ്കിൽ അതിന് പോളറൈസിങ് പവർ കൂടുതലായിരിക്കും. അതുപോലെ ഇനേർട്ട് ഗ്യാസിൻ്റെ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ല കാറ്റയോൺ എങ്കിൽ അതിനും പോളറൈസിങ് പവർ കൂടുതലായിരിക്കും. അതായത് ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ ഒരിക്കലും പോളറൈസേഷൻ ഉണ്ടാക്കില്ല. പോളറൈസേഷൻ പവർ കുറയ്ക്കുകയാണ് ചെയ്യുക. അതായത് പോളറൈസ് ചെയ്യണത് എപ്പോഴാണ്? അത് കൂടുതൽ ഇലക്ട്രോണിനെ അതിൻ്റെ അടുത്തേക്ക് വലിക്കുമ്പോഴാണ്. ഓൾറെഡി ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷനുള്ള ഒരു കാറ്റയോണിന് പിന്നെ ഇലക്ട്രോൺ ക്ലൗഡിനെ വലിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് പോളറൈസേഷൻ കുറവേ ഉണ്ടാക്കുള്ളൂ. ഇനി ഒരു കാറ്റയോൺ പോളറൈസ് ചെയ്യണത് ആനയോണിനെയാണ്. അപ്പോൾ ആ ആനയോണിന് പോളറൈസ് ചെയ്യപ്പെടാനുള്ള കഴിവാണ് അതിൻ്റെ പോളറൈസബിലിറ്റി. മറ്റത് പോളറൈസിങ് പവറാണ്, ഇത് പോളറൈസബിലിറ്റിയാണ്. ദ സസെപ്റ്റിബിലിറ്റി ഓഫ് ആൻ ആനയോൺ ടു അണ്ടർഗോ ഡിസ്റ്റോർഷൻ ബൈ എ നിയർ ബൈ കാറ്റയോൺ ഈസ് കോൾഡ് പോളറൈസബിലിറ്റി. ആനയോണിന് പോളറൈസ് ചെയ്യപ്പെടാനുള്ള കഴിവ് അത് അതിൻ്റെ ലാർജ് സൈസ് ആകുമ്പോൾ കൂടും. കാരണം ലാർജ് സൈസ് ആകുമ്പോൾ അതിൻ്റെ ന്യൂക്ലിയസിന് ഇലക്ട്രോൺ ക്ലൗഡിൻ്റെ മുകളിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കുറവായിരിക്കും. അപ്പോൾ ലാർജ് സൈസ്, ഹൈ ചാർജ് favor the polarizability of an anion. A greater polarizing power of cation and a greater polarizability of the anion will obviously increase covalent character in a bond. ഒരു അയണിക് ബോണ്ടിൻ്റെ കോവാലന്റ് ക്യാരക്ടർ കൂട്ടുക എന്തൊക്കെയാണ്? പോളറൈസിങ് പവർ ഓഫ് ഹൈ പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺ ആൻഡ് ഹൈ പോളറൈസബിലിറ്റി ഓഫ് ആനയോൺ വിൽ മേക്ക് ദ ബോണ്ട് മോർ കോവാലന്റ്. ഇനി ദ എഫക്ട്സ് ഓഫ് ദീസ് ഫാക്ടേഴ്സ് ആർ സമ്മറൈസ്ഡ് ആസ് ഫജാൻസ് റൂൾസ്. ഫജാൻസ് റൂൾസ് ആയിട്ട് ഒരു 4 റൂൾസിൻ്റെ സെറ്റായിട്ടാണ് നമ്മൾ ഫജാൻസ് റൂൾ പറയുക. ഫജാൻസ് ഇൻ 1921 proposed a series of generalizations relating to the factors which influence the polarization of anions in ionic compounds and the consequent development of covalent character. These are known as Fajans rules. അപ്പോൾ നമ്മൾ ഫജാൻസ് റൂൾസ് എന്താണെന്ന് നോക്കാം. ഫജാൻസ് റൂൾസ് എന്തിനു വേണ്ടിയാണ്? എത്രമാത്രം കോവലന്റ് ക്യാരക്ടർ ഒരു ബോണ്ടിൽ ഉണ്ടാവും ബിക്കോസ് ഓഫ് ദ പോളറൈസബിലിറ്റി ഓഫ് ദ അനയോൺ. റൂൾ 1 നമ്മൾ പറഞ്ഞു തന്നെയാണ്. ദ സ്മോളർ ദ കാറ്റയോൺ ഓഫ് ആൻ അയണിക് കോമ്പൗണ്ട് ദ ഗ്രേറ്റർ വിൽ ബി ഇറ്റ്സ് പോളറൈസിങ് പവർ. സ്മോളർ ആവുമ്പോൾ ദാറ്റ് ഈസ് എ സ്മോളർ കാറ്റയോൺ ഫേവേഴ്സ് ഗ്രേറ്റർ ആനയോൺ പോളറൈസേഷൻ ആൻഡ് ദർബൈ ആൻ ഇൻക്രീസ് ഇൻ കോവലന്റ് ക്യാരക്ടർ ഇൻ ദ ബോണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. അപ്പോൾ റൂൾ 1, ദ സ്മോളർ ദ കാറ്റയോൺ, കാറ്റയോണിൻ്റെ സൈസ് കുറയുമ്പോൾ എന്താവും? പോളറൈസിങ് പവർ കൂടും ആ കാറ്റയോണിൻ്റെ. അപ്പോൾ അതിന് വേഗം ആനയോണിനെ പോളറൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ദ ബോണ്ട് വിൽ ബിക്കം മോർ കോവലൻറ്റ്. ഇൻ സ്മോൾ കാറ്റയോൺ ദ പോസിറ്റീവ് ചാർജ് ഈസ് കോൺസെൻട്രേറ്റഡ് ഓവർ എ സ്മോൾ ഏരിയ. അപ്പോൾ അതായത് ചാർജ് ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഹൈ ചാർജ് ഡെൻസിറ്റി ഉള്ള കാറ്റയോണിന് വേഗം പോളറൈസേഷൻ നടത്താൻ പറ്റും അടുത്തുള്ള ആനയോണിനെ. ഇനി ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ ലിത്തിയം ടു സീഷ്യം, ഫസ്റ്റ് ആൽക്കലി മെറ്റൽ ഗ്രൂപ്പിൽ ലിത്തിയാണ് ഏറ്റവും മുകളിൽ, അതായത് ഏറ്റവും സ്മോൾ സൈസ് ഉള്ളത് ലിത്തിയാണ്, ഏറ്റവും കൂടിയ സൈസ് ഉള്ളത് ഏതാണ്? സീഷ്യയാണ്. അപ്പോൾ ഓർഡർ ഓഫ് സൈസ് ഏറ്റവും കുറവ് ലിത്തിയത്തിന്, കൂടുതൽ സീഷ്യത്തിന്, സീഷ്യം പ്ലസ് അയോൺ, ലിത്തിയം പ്ലസ് അയോൺ. ദെൻ ഓർഡർ ഓഫ് പോളറൈസിങ് പവറോ, അപ്പോൾ ഇതിൻ്റെ റിവേഴ്സ് ആയിരിക്കും, ലിത്തിയത്തിനായിരിക്കും പോളറൈസിങ് പവർ കൂടുതൽ, ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം. അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് അയോണിക് ക്യാരക്ടർ ഏതിനാണ് കൂടുതൽ ഉണ്ടാവുക? സീഷ്യം ക്ലോറൈഡിനാണ് അയോണിക് ക്യാരക്ടർ കൂടുതൽ ഉണ്ടാവുക. ദാറ്റ് മീൻസ് സീഷ്യം ക്ലോറൈഡിനാണ് കോവലന്റ് ക്യാരക്ടർ കുറവുണ്ടാവുക. അപ്പോൾ കാറ്റയോണിൻ്റെ സൈസ് കുറവുള്ളതിൻ്റെ സോൾട്ട് ആയിരിക്കും മോർ കോവലന്റ്. ലിത്തിയം ക്ലോറൈഡ് ഈസ് മോർ കോവലന്റ് ദാൻ സോഡിയം ക്ലോറൈഡ്. Sodium chloride is more covalent than KCl, which is more covalent than rubidium chloride, which is more covalent than cesium chloride. അയണിക് നേച്ചർ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സീഷ്യം ക്ലോറൈഡിന്, ദെൻ റുബീഡിയം ക്ലോറൈഡ്, പിന്നെ പൊട്ടാസ്യം ക്ലോറൈഡ്, ദെൻ സോഡിയം ക്ലോറൈഡ്, ലാസ്റ്റാണ് ലിത്തിയം ക്ലോറൈഡ്. ദെൻ റൂൾ 2, ദ ലാർജർ ദ ആനയോൺ ദ ഹയർ ഈസ് ഇറ്റ്സ് പോളറൈസബിലിറ്റി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആനയോണിന് പോളറൈസബിലിറ്റി കൂടുക അതിൻ്റെ സൈസ് കൂടുമ്പോഴാണ്. എ ലാർജ് ആനയോൺ ഫേവേഴ്സ് ആൻ ഇൻക്രീസ് ഇൻ കോവലന്റ് ക്യാരക്ടർ ഇൻ ദ ബോണ്ട്. ആനയോണിൻ്റെ സൈസ് കൂടുമ്പോൾ എന്തുണ്ടാവും? അത് വേഗം പോളറൈസ്ഡ് ആവും, അപ്പോൾ കോവലന്റ് ക്യാരക്ടർ കൂടും. അപ്പോൾ എന്താ? ഇൻ എ ലാർജ് ആനയോൺ ദ ഔട്ടർ ഇലക്ട്രോൺസ് ആർ ഷീൽഡഡ് മോർ എഫക്റ്റീവ്ലി ബൈ ഇന്നർ ഇലക്ട്രോൺസ് ഫ്രം ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇറ്റ്സ് ഓൺ ന്യൂക്ലിയസ്.
അതായത് ന്യൂക്ലിയസിന് ഔട്ടർ ഇലക്ട്രോണിൻ്റെ മുകളിലുള്ള ഇൻഫ്ലുവൻസ് കുറവായിരിക്കും എപ്പോൾ ആനയോൺ വലുതാവുമ്പോൾ. ഹെൻസ് ഇറ്റ്സ് ഇലക്ട്രോൺ ക്ലൗഡ് വിൽ ബി ഡിസ്റ്റോർട്ടഡ് ഓർ ഡീഫോംഡ് ഈസിലി ബൈ ദ അപ്രോച്ചിങ് കാറ്റയോൺ. ഒരു കാറ്റയോണിൻ്റെ പ്രസൻസിൽ അതിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡ് പെട്ടെന്ന് ഡീഫോംഡ് ആവും. ഫോർ എക്സാമ്പിൾ, അയോഡൈഡ് ഈസ് ലാർജർ ദാൻ ദ അതർ ഹാലൈഡ്സ്. ഹാലൈഡ് അയോൺ വൈൽ എഫ് മൈനസ് ഈസ് ദ സ്മോളസ്റ്റ്. നമ്മൾ നേരത്തെ ലിത്തിയം മുതൽ സീഷ്യം വരെ കാറ്റയോണിൻ്റെ കേസിൽ പറഞ്ഞ പോലെ വി ആർ ടേക്കിംഗ് ദ അനയോൺസ് സ്റ്റാർട്ടിങ് ഫ്രം ഫ്ലൂറൈഡ് ടു അയോഡൈഡ്. ഫ്ലൂറൈഡാണ് ഏറ്റവും ചെറുത്, ദെൻ ക്ലോറൈഡ്, ബ്രോമൈഡ്, അയോഡൈഡ്. ഇതിൽ ഏറ്റവും കൂടുതൽ പോളറൈസബിലിറ്റി കാണിക്കുക ഏതാണ്? അയോഡൈഡാണ്. ഏറ്റവും കുറവ് ഫ്ലൂറൈഡ്. അപ്പോൾ ഓർഡർ ഓഫ് അയോണിക് ക്യാരക്ടർ ഏതിനാണ് കൂടുതൽ ഉണ്ടാവുക? ലിത്തിയം ഫ്ലൂറൈഡാണ് ഏറ്റവും കൂടുതൽ അയോണിക് ആവുക. ബിക്കോസ് ഫ്ലൂറൈഡ് ഈസ് ലെസ് പോളറൈസബിൾ. ഏറ്റവും കൂടുതൽ അയോണിക് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ അപ്പോൾ ലിത്തിയം ഫ്ലൂറൈഡിനാണ്. ലിത്തിയം അയോഡൈഡാണ് ഏറ്റവും കുറവ് അയോണിക് ക്യാരക്ടർ കാണിക്കുക. ഓർ ലിത്തിയം അയോഡൈഡ് വിൽ ബി മോർ കോവലൻറ്റ്. ഇനി മൂന്നാമത്തെ റൂള്, ദ ഗ്രേറ്റർ ദ ചാർജ് ഓൺ ദ കാറ്റയോൺ ആൻഡ് ഓർ ആനയോൺ. ചാർജ് കൂടുതലാണെങ്കിൽ, കാറ്റയോണിൻ്റെ മുകളിൽ ഉള്ള ചാർജ് അതുപോലെ ആനയോണിൻ്റെ മുകളിലുള്ള ചാർജ് കൂടുതലാണെങ്കിൽ, ഗ്രേറ്റർ ഈസ് ദ പോളറൈസേഷൻ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദെർബൈ ഗ്രേറ്റർ ഈസ് ദ കോവലൻറ്റ് ക്യാരക്ടർ ഓഫ് ദ ബോണ്ട്. കൂടുതൽ ചാർജുള്ള കാറ്റയോൺ അതുപോലെ ആനയോൺ ആണെങ്കിൽ അവിടെ പോളറൈസേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അത് കൂടുതൽ കോവലൻ്റ് ആയിട്ടുള്ള ബോണ്ടാണ് ഉണ്ടാക്കുക. അയോണിക് ബോണ്ടിൽ കൂടുതൽ കോവലൻ്റ് ക്യാരക്ടർ ഉണ്ടാവും. എ ഹൈ ചാർജ് ഓൺ ദ കാറ്റയോൺ ഓർ ദ ആനയോൺ ഓർ ബോത്ത് വിൽ ഒബ്വിയസ്ലി ഇൻക്രീസ് ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ കാറ്റയോൺ ആൻഡ് ഇലക്ട്രോൺ ക്ലൗഡ് ഓഫ് ദ ആനയോൺ. കൂടുതൽ ചാർജുള്ള കാറ്റയോൺ എന്ത് ചെയ്യും? കൂടുതൽ സ്ട്രോങ് ആയിട്ട് ആനയോണിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ കൂടുതൽ ചാർജുള്ള ആനയോൺ ആണെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള ഇലക്ട്രോൺ ക്ലൗഡ് ഡെൻസിറ്റിയും കൂടുതലായിരിക്കും. അപ്പോൾ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള പോളറൈസേഷൻ ഉണ്ടാവുക. അപ്പോൾ ഡീഫോർമേഷൻ കൂടുതലായിരിക്കും. എക്സാമ്പിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം NaCl, MgCl, AlCl3, MgCl2. ഇവിടെ സോഡിയം +1 ചാർജാണ്, മഗ്നീഷ്യം +2 ചാർജാണ്, അലൂമിനിയം +3 ചാർജാണ്. അപ്പോൾ ഇവിടെ അലൂമിനിയം ക്ലോറൈഡാണ് മോർ കോവലൻ്റ് ആവുക ദാൻ NaCl. അവിടെ അലൂമിനിയത്തിൻ്റെ മുകളിലുള്ള ചാർജ് കൂടുതലാണ്. അപ്പോൾ അയോണിക് ക്യാരക്ടർ കുറവ് ഇതിനാണ് അലൂമിനിയം ക്ലോറൈഡിന്. ഓർ കോവലൻ്റ് ക്യാരക്ടർ കൂടുതലാണ് അലൂമിനിയം ക്ലോറൈഡിന്. Among two chlorides of lead, namely PbCl2 and PbCl4. അപ്പോൾ ഇവിടെ PbCl2ൽ ലെഡിൻ്റെ അയണൈസേഷൻ എത്രയാണ്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. PbCl4ൽ +4 ആണ്. അപ്പോൾ PbCl4 ഈസ് മോർ കോവലൻ്റ് ദാൻ PbCl2. ലൈക്ക്വൈസ് SnCl4, SnCl2. അപ്പോൾ ഇവിടെ SnCl4 വരുന്ന കാറ്റയോൺ, അതായത് സ്റ്റാനിക് ക്ലോറൈഡും സ്റ്റാനസ് ക്ലോറൈഡുമാണിത്. അപ്പോൾ സ്റ്റാനിക് ക്ലോറൈഡ് SnCl4 ഈസ് മോർ കോവലൻ്റ് ദാൻ സ്റ്റാനസ് ക്ലോറൈഡ്. ഓർ സ്റ്റാനിക് ക്ലോറൈഡ് ഹാസ് ലോ അയോണിക് പ്രോപ്പർട്ടി ദാൻ സ്റ്റാനസ് ക്ലോറൈഡ്. Then rule 4, among cations of the same charge and comparable sizes that having the pseudo inert gas configuration NS2 NP6 and ND10 with 18 electrons in the outermost shell has higher polarizing power than that with noble gas configuration NS2 NP6. Among cations of the same charge and comparable sizes that having pseudo inert gas configuration, അതായത് ND10 കൂടി ഉള്ളിൽ വരിക, with 18 electrons in the outermost shell has higher polarizing power than that with noble gas configuration NS2NP6. NS2NP6 കോൺഫിഗറേഷൻ വരുന്നതിനാണ് എന്ത്? ഔട്ടർമോസ്റ്റ് ഷെൽ ഹാസ് എ ഹയർ പോളറൈസിങ് പവർ. ഈ സ്യൂഡോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളതിന് ഹയർ പോളറൈസിങ് പവർ ഉണ്ടാവും ദാൻ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. ദ ഷീൽഡിംഗ് ഓഫ് ന്യൂക്ലിയർ ചാർജ് ഇൻ ആൻ ഇനേർട്ട് ഗ്യാസ് configuration is very effective while that in pseudo inert gas ND10. അപ്പോൾ അവിടെ വരുന്ന ഷീൽഡിങ് കുറവാണ്. ഡിയിൽ വരുന്ന ഇന്നർ ഇലക്ട്രോണിന് ഷീൽഡിങ് കുറവാണ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് ചാർജ് കൂടുതലായിരിക്കും. അപ്പോൾ അതിന് കൂടുതൽ പോളറൈസിങ് പവർ ഉണ്ടാവും ദാൻ ആക്ച്വൽ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ. അപ്പോൾ ഫോർ ഇല്ലസ്ട്രേഷൻ കൺസിഡർ Cu+, Ag+ and Au+. They have NS2 NP6 ND10 configuration which are very poor at shielding
ദാൻ ന്യൂക്ലിയർ ചാർജ്, അതായത് ഷീൽഡിങ് ദ ന്യൂക്ലിയർ ചാർജ് ഷീൽഡ് ചെയ്യാൻ ND10 വരുന്നതുകൊണ്ട് D10 ഔട്ടർമോസ്റ്റ് ഈ D10 കോൺഫിഗറേഷൻ വരുമ്പോൾ എന്തുണ്ടാവും വെച്ചാൽ അതിൽ D ഇലക്ട്രോൺസ് വരും. D ഇലക്ട്രോൺസിന് ഷീൽഡിങ് കുറവാണ്, അപ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ പോളറൈസേഷൻ കൂടുതലാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ കോവലൻ്റ് നേച്ചറാണ് കൂടുക. NS2NP6 കോൺഫിഗറേഷൻ വരുന്ന Na+K+Rp+ are very effective at shielding the nuclear charge so that they are poorly polarizing and induce very little covalent character. അപ്പോൾ സ്യൂഡോ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ വരുന്ന അതായത് ND10 കോൺഫിഗറേഷനും കൂടി വരുന്നതിൻ്റെ കേസിൽ എന്താണ്, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലായിരിക്കും, അവിടെ കോവലൻ്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും. പക്ഷേ NS2NP6 കോൺഫിഗറേഷൻ വരുന്ന സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം പോലെയുള്ളതിൽ പോളറൈസിങ് പവർ ഇതിന് കുറവാണ്. അപ്പോൾ കോവലൻ്റ് ക്യാരക്ടർ ഇതിന് കുറവായിരിക്കും, മറ്റതിന് കോവലൻ്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും. ദെയർ ക്ലോറൈഡ്സ് ആർ ഹൈലി, ഈ NaCl, KCl, RbCl ഇതൊക്കെ അയോണിക് ആണ് വെൻ കമ്പയർഡ് വിത്ത് ദ ക്ലോറൈഡ്സ് ഓഫ് കോപ്പർ, സിൽവർ ആൻഡ് ഗോൾഡ്. ഓക്കെ, അപ്പോൾ ഫജാൻസ് റൂൾസ് 4 ആയിട്ടാണ് പറയുന്നത്. ഈ 4 റൂളും പഠിക്കുക. ഫജാൻസ് റൂൾ 4 വിത്ത് എക്സാമ്പിൾ. ഓക്കെ.